ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആർക്കും എവിടെയും പോകണ്ടല്ലോ. അങ്ങനെ എല്ലാവരും വീട്ടിലുണ്ട്. എണീക്കാൻ തന്നെ നന്നായിട്ട് വൈകിട്ടുണ്ട്. എണീച്ച് പിന്നെ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. അമ്മയും ഇച്ചും കൂടി അടുപ്പിലൂതി ചോറൊക്കെ വെക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ നേരെ പാത്രം കഴുകാനുള്ള പണിയാണ്. ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പണി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഞാൻ കല്യാണം കഴിയുന്നതിന് മുമ്പേ ഇതിങ്ങനെ തന്നെ ആയിരുന്നു. ഞാനാണ് അപ്പം അലക്കാറ്, അമ്മ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ചന്തുവാണ് പാത്രം കഴുകി അടിച്ചു വാരുക. അവൾക്കാണ് വലിയ പണി ഉണ്ടാവുക. എന്നാലും അലക്കാൻ അവൾ റെഡി ആവില്ല. അപ്പം പിന്നെ ഞാൻ പറയും, ഓക്കെ നീ അലക്കണ്ട, ഞാൻ അലക്കിക്കോളാം, നീ പാത്രവും കഴുകി അടിച്ച് വാരിക്കുമെന്ന്. അങ്ങനെ അവളെ ഞാൻ പറ്റിക്കും. പാത്രം കഴുകാനാണെങ്കിൽ കുറേ ഉണ്ടാവുകയും ചെയ്യും. പാവം ചന്തുക്കുട്ടി, പക്ഷേ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാനെല്ലാം കൂടി അങ്ങോട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ചന്തു ആണെങ്കിൽ മുകളിലും തായും ഒക്കെ അടിച്ച് വരുന്നുണ്ട്. അടിച്ച് വരുമ്പോൾ അവളുടെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരും. ഒരു കാട്ടം പോലും പിന്നെ ആക്കിക്കൂടാ. പിന്നെ ആക്കി അവൾ അടിച്ചു വരില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് നോക്കുമ്പോഴേക്കാണ് അമ്മ അരി ഇങ്ങനെ പാറ്റുന്നുണ്ട്. ഇച്ചും പോയിട്ട് അരിയൊക്കെ വാരാൻ നോക്കുന്നത് കാണുന്നത്. നോക്കുമ്പോഴേക്ക് ചന്തുവിൻ്റെ അടിച്ച് വാരലൊന്നും എവിടെയും എത്തിയിട്ടില്ല. ഓടിതാ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ചവിട്ടിയൊക്കെ എടുത്ത് ആടെ പുറത്ത് കൊണ്ടിടാനാണ് അമ്മ പറഞ്ഞത്. ഓളാടെ മുറ്റത്ത് തന്നെ കൊണ്ടിട്ടിട്ട് അങ്ങോട്ട് അടിച്ചൊക്കെ വാരിയിട്ടുണ്ട്. അപ്പോഴേക്ക് അച്ഛൻ പോയിട്ട് കുറച്ച് മുരിങ്ങാച്ചപ്പൊക്കെ പറിച്ചു കൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ ഇനി മുരിങ്ങാച്ചപ്പ് വൃത്തിയാക്കി അമ്മയ്ക്ക് അങ്ങോട്ട് കൈമാറണം. അങ്ങനെ കുറച്ച് വൃത്തിയൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഭ്രാന്ത് പിടിച്ചു. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടി ഒരു ഐസ്ക്രീമൊക്കെ അങ്ങോട്ട് തിന്നുമ്പോഴേക്കും അമ്മ ഇളനീരും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ചന്തു തട്ടിപ്പറിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ തന്നെ അത് മേടിച്ച് തിന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഭയങ്കര വിപുലമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളങ്ങോട്ട് ചോറങ്ങോട്ട് നിന്ന് കിടന്ന് അങ്ങോട്ട് ഉറങ്ങുക. വൈകുന്നേരം ആയപ്പോൾ എണീച്ചങ്ങോട്ട് കുളിക്കൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് ചന്തു കുളിക്കാനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ പുറത്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ പേരക്ക മരത്തിൽ നല്ല പഴുത്ത പേരക്ക. പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങോട്ട് പറിച്ച് എല്ലാവരും കൂടി ഇരുന്നങ്ങോട്ട് തിന്നു. ഒരു ജ്യൂസും കുടിച്ച് കിടന്നുറങ്ങി.